+1 പ്രവേശനത്തിൽ 17,268 അപേക്ഷകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. 9,000-ലധികം സീറ്റുകൾ ഒഴിവുണ്ട്. 7,478 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. നാളെ നടക്കുന്ന ചർച്ചയിൽ ഈ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഇന്ന് +1 ക്ലാസുകൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ KSU അടക്കം SFI അടക്കം സമരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്, സീറ്റ് പ്രതിസന്ധി ഉന്നയിച്ചുകൊണ്ട്. ഈ സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം വരുന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതാപരമാണിത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? +1 സീറ്റ് വിഷയം സംബന്ധിച്ച് ഭരണപക്ഷ MLA ആയ അഹമ്മദ് ദേവർകോവിലാണ് ഇന്ന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. ഈ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ കണക്കുകൾ, നിലവിലുള്ള സീറ്റുകളുടെ കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അഹമ്മദ് ദേവർകോവിൽ പ്രധാനമായും ഈ സബ്മിഷനിൽ പറഞ്ഞ കാര്യം, സർക്കാർ ഇടപെടൽ ഫലപ്രദമാണെങ്കിലും സീറ്റ് ക്ഷാമം ഉണ്ട് എന്ന് ഭരണപക്ഷ MLA തന്നെ നിയമസഭയിൽ പറയുന്നു. കൂടാതെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്നും അദ്ദേഹം ഈ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായാണ് മന്ത്രി 17,268 അപേക്ഷകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നും 9,000-ലധികം സീറ്റുകൾ ഒഴിവുണ്ടെന്നും വ്യക്തമാക്കിയത്. അതിൽ 7,478 സീറ്റുകളുടെ കുറവ് മാത്രമേ വരൂ എന്നും മന്ത്രി പറയുന്നു. അത് നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് അനക്സ് ഓഫീസിൽ വെച്ചാണ് ഈ ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന കാര്യം അറിയിക്കുമെന്നും മന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പ്രധാനമായും SFI ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാളെ നടക്കുന്ന ഈ ചർച്ചയ്ക്ക് ശേഷം സീറ്റുകൾ അധികമായി വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ അടക്കം ഒരു നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ. അപ്പോഴും വി ശിവൻകുട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട് ചന്തു, 7,478 സീറ്റുകളുടെ കുറവ്. ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്ന കണക്ക് എന്താണ്? ഈ 7,478 സീറ്റുകളുടെ കാര്യത്തിൽ ആ കുറവ് എങ്ങനെ പരിഹരിക്കാനാണ് സർക്കാർ തലത്തിലുള്ള തീരുമാനം? പ്രധാനമായും ഇന്ന് അഹമ്മദ് ദേവർകോവിൽ ഉന്നയിച്ച ആ ഒരു നോട്ടീസിന് ഓടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഒരു നോട്ടീസ് നൽകുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇതിന് വ്യക്തമാക്കിയത് ആനുപാതികമായ ഒരു സീറ്റ് വർധന അത് നടക്കുന്നില്ല. ആനുപാതികമായ ഒരു സീറ്റ് വർധന വേണം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുൻ UDF സർക്കാരിന്റെ കാലത്തൊക്കെ നിരന്തരം ഇത്തരത്തിൽ ബാച്ച് വർധനവ് നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ നടക്കാത്തതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നും അതിനൊരു അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ഈ സർക്കാരിന്റെ ഇപ്പോഴുള്ള നയം അത് ശരിയല്ല എന്നാണ് പ്രധാനമായും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ സീറ്റുകളുടെ കുറവ് വരുമെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. അത് ബാച്ച് വർധനവിലൂടെ പരിഹരിക്കാൻ കഴിയുമോ, അതോ മറ്റ് സീറ്റുകളിലൊക്കെ അത് അവസാന വട്ടം ഈ അലോട്ട്മെന്റുകൾ പൂർത്തിയായതിനു ശേഷം ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും. എന്തായാലും സീറ്റുകളുടെ കുറവ് വരും എന്ന കാര്യം ഇപ്പോൾ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. നേരത്തെ സീറ്റുകൾ അധികം ഉണ്ടാകും, ആവശ്യമായ സീറ്റുകളൊക്കെ ലഭിക്കും എന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒരു കണക്കും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയുന്നത് കളവാണെന്ന് ചൂണ്ടിക്കാട്ടി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് വരുമെന്ന് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ അടക്കം വരും ദിവസങ്ങളിൽ നാളത്തെ ചർച്ചയ്ക്ക് ശേഷമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.